ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനൽ ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കേരള മോഡൽ ഉത്തരവാദിത്ത പ്രകൃതി കൃഷി ഉപമിഷൻ്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി SM വിജയാനന്ദ്. കേരള മോഡൽ ഉത്തരവാദിത്ത പ്രകൃതി കൃഷി ഉപമിഷൻ്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി SM വിജയാനന്ദ്. രാജ്യത്ത് വൈദ്യുതി തീവണ്ടി ഓടിത്തുടങ്ങിയതിൻ്റെ എത്രാം വാർഷികമാണ് 2025 പൂർത്തിയായത്? 100-ാം വാർഷികം. രാജ്യത്ത് വൈദ്യുതി തീവണ്ടി ഓടിത്തുടങ്ങിയതിൻ്റെ എത്രാം വാർഷികമാണ് 2025 പൂർത്തിയായത്? 100-ാം വാർഷികം. ഇവിടെ നമുക്ക് നോക്കി കാണാം, 1925 ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത്. 1925 മുതൽ 2025 വരെ ആകുമ്പോഴത്തേക്കും 100 വർഷം. അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ആദ്യ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. 2006 യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. പിന്നീട് അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എത്രാമത്തെ സ്ഥാപക ദിനമാണ് 2025 ആഘോഷിച്ചത്? 140ാമത്തെ സ്ഥാപക ദിനമാണ് 2025 ആഘോഷിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 140ാം ഫൗണ്ടേഷൻ ഡേ ആണ് 2025 ആഘോഷിച്ചത്. കുട്ടികൾക്കിടയിലെ ഫോൺ ഉപയോഗം കുറയ്ക്കുന്നതിനായി വൈകിട്ട് 7 മണിയാകുമ്പോൾ ഫോണിനും ടെലിവിഷനും കർഫ്യൂ പ്രഖ്യാപിച്ച മഹാരാഷ്ട്രയിലെ ഗ്രാമമാണ് നാഗാപൂർ ഗ്രാമം. മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലെ നാഗാപൂർ ഗ്രാമത്തിലാണ് വൈകിട്ട് 7 മണിയാകുമ്പോൾ ഫോണിനും ടെലിവിഷനും കർഫ്യൂ ഏർപ്പെടുത്തിയത്. അപ്പോൾ കുട്ടികൾക്കിടയിലെ ഫോൺ ഉപയോഗം കുറയ്ക്കുന്നതിനായി വൈകിട്ട് 7 മണിയാകുമ്പോൾ ഫോണിനും ടെലിവിഷനും കർഫ്യൂ പ്രഖ്യാപിച്ച മഹാരാഷ്ട്രയിലെ ഗ്രാമമാണ് നാഗാപൂർ ഗ്രാമം. അതെവിടെയാണ്? ബീഡ് ജില്ലയിൽ. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരാണ്? മാഗ്നസ് കാൾസൺ. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ താരമാണ് സ്മൃതി മന്ദാന. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ താരമാണ് സ്മൃതി മന്ദാന. കാന്തിക ശക്തി ഉപയോഗിച്ച് ഓടുന്ന ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ മാഗ്ലേവ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ചൈന. കാന്തിക ശക്തി ഉപയോഗിച്ച് ഓടുന്ന ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ മാഗ്ലേവ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യമാണ് ചൈന. എന്താണ്? കാന്തിക ശക്തി ഉപയോഗിച്ച് ഓടുന്ന ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ മാഗ്ലേവ് ട്രെയിൻ അത് അവതരിപ്പിച്ച രാജ്യമാണ് ചൈന. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 2015 പോലീസ് ആരംഭിച്ച സ്വയം പ്രതിരോധ പരിശീലനമാണ് നിർഭയ. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 2015 പോലീസ് ആരംഭിച്ച സ്വയം പ്രതിരോധ പരിശീലനമാണ് നിർഭയ. നിർഭയ എന്താണ്? സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 2015 പോലീസ് ആരംഭിച്ച സ്വയം പ്രതിരോധ പരിശീലനമാണ് നിർഭയ. രാജ്യത്ത് പണിയർ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അനുശ്രീ സുരേഷ്. ചാലിയാർ പഞ്ചായത്താണ്. ചാലിയാർ പഞ്ചായത്ത് ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ്. രാജ്യത്ത് പണിയർ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അനുശ്രീ സുരേഷ്. ചാലിയാർ പഞ്ചായത്ത്. ചിത്രശലഭ വൈവിധ്യത്തിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് കേരളം. ചിത്രശലഭ വൈവിധ്യത്തിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ഹാൾ ഓഫ് ഫെയിം പട്ടികയിൽ ഉൾപ്പെട്ട മുൻ പേസ് ബൗളറാണ് ബ്രെറ്റ് ലീ. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ഹാൾ ഓഫ് ഫെയിം പട്ടികയിൽ ഉൾപ്പെട്ട മുൻ പേസ് ബൗളറാണ് ബ്രെറ്റ് ലീ. 2025 ഡിസംബറിൽ അന്തരിച്ച ഫ്രഞ്ച് നടിയും ഗായികയും മൃഗാവകാശ പ്രവർത്തകയുമായ വ്യക്തിയാണ് ബ്രിജിറ്റ് ബർദോദ്. 2025 ഡിസംബറിൽ അന്തരിച്ച ഫ്രഞ്ച് നടിയും ഗായികയും മൃഗാവകാശ പ്രവർത്തകയുമായ വ്യക്തിയാണ് ബ്രിജിറ്റ് ബർദോദ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം.
കേരള മോഡൽ ഉത്തരവാദിത്ത പ്രഗതി കൃഷി ഉപമിഷന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി SM വിജയാനന്ദ്. രാജ്യത്ത് വൈദ്യുതി തീവണ്ടി ഓടിത്തുടങ്ങിയതിൻ്റെ എത്രാം വാർഷികമാണ് 2025 പൂർത്തിയായത്? 100-ാം വാർഷികം. എന്നു മുതലാണ് ഓടിത്തുടങ്ങിയത്? 1925 മുതൽ. അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ആദ്യ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എത്രാമത്തെ സ്ഥാപക ദിനമാണ് 2025 ആഘോഷിച്ചത്? 140-ാമത്തെ. കുട്ടികൾക്കിടയിലെ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ വൈകിട്ട് 7 മണിയാകുമ്പോൾ ഫോണും ടെലിവിഷനും കർഫ്യൂ പ്രഖ്യാപിച്ച മഹാരാഷ്ട്രയിലെ ഗ്രാമമാണ് നാഗാപൂർ ഗ്രാമം, ബീഡ് ജില്ല. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ താരമാണ് സ്മൃതി മന്ദാന. കാന്തികശക്തി ഉപയോഗിച്ച് ഓടുന്ന ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ മാക്ലേവ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ചൈന. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 2015 പോലീസ് ആരംഭിച്ച സ്വയം പ്രതിരോധ പരിശീലനമാണ് നിർഭയ. രാജ്യത്ത് പണിയർ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ്, ചാലിയാർ പഞ്ചായത്ത്. ചിത്രശലഭ വൈവിധ്യത്തിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ഹാൾ ഓഫ് ഫെയിം പട്ടികയിൽ ഉൾപ്പെട്ട മുൻ പേസ് ബൗളറാണ് ബ്രെറ്റ് ലീ. 2025 ഡിസംബറിൽ അന്തരിച്ച ഫ്രഞ്ച് നടിയും ഗായികയും മൃഗാവകാശ പ്രവർത്തകയുമായ വ്യക്തിയാണ് ബ്രിജിറ്റ് ബർദോത്. അപ്പോൾ അവരുടെ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ എക്സാം ഉണ്ട്. എല്ലാ കൂട്ടുകാരും നന്നായി പഠിച്ചിട്ട് എക്സാം എഴുതുക. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.